വെൽക്കം ബാക്ക് ടു എൻസാൻഡ് ലേണിംഗ്. ഇസ്മി ബനാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സയൻസിന്റെ ടോപ്പിക്കാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ, നമുക്ക് പഠിക്കേണ്ട മൂലകങ്ങളും വർഗീകരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് പീരിയോഡിക് ടേബിൾ. അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങളെല്ലാം പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് സയൻസിലെ തന്നെ നമ്മളുടെ പ്രകാശ സംശ്ലേഷണം ആയി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിൽ തന്നെയാണ് പ്രകാശ സംശ്ലേഷണം ബന്ധപ്പെട്ട ചാപ്റ്റർ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ഏതാനും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത്? രണ്ടാമത്തെ ചോദ്യം, സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ഏത്? പ്രകാശ സംശ്ലേഷണ സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ഏത്? മൂന്നാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം എന്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം എന്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് PSCയുടെ പ്രിലിംസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ LGS മുതലായ പരീക്ഷകളെല്ലാം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്താണെന്നും അതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ ആവശ്യമായിട്ട് വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അത് SCERTയിലെ 9th സ്റ്റാൻഡേർഡിലെ SCERTയിലെ ചാപ്റ്റർ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആഗോള താപനത്തിന്റെ പ്രധാന കാരണം എന്താണ്? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോള താപനത്തിന്റെ പ്രധാന കാരണം. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനും അതിന്റെ അളവ് ക്രമമായി വെക്കുന്നതിനും സഹായിക്കുന്ന പ്രധാന ഘടകം ഏതാണെന്ന് വെച്ചാൽ സസ്യങ്ങളാണ്. അപ്പൊ സസ്യങ്ങളിലാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് അളവിനെ ക്രമീകരിക്കുന്നത്. അപ്പൊ ആഗോള താപനത്തിന് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന സസ്യങ്ങളാണ്. ആ സസ്യങ്ങളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അപ്പൊ പ്രകാശ സംശ്ലേഷണം എന്താണ് നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രകാശ സംശ്ലേഷണ ഫലമാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രകാശ സംശ്ലേഷണ ആവശ്യമുള്ള സവിശേഷമായ ഘടകങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷ സവിശേഷ ഘടകങ്ങൾ എന്ന് പറയുന്നത് ധാതു ലവണങ്ങൾ, 2 കാർബൺ ഡൈ ഓക്സൈഡ്, 3 ഹരിതകം, 4 സൂര്യപ്രകാശം. ഈ സവിശേഷ ഘടകങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നത്. ഇതൊക്കെയാണ് ധാതു ലവണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, സൂര്യപ്രകാശം. അപ്പൊ ഇനി എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? അതായത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകത്തിലാണ്. ഇപ്പൊ എവിടെയൊക്കെ സസ്യങ്ങളുടെ ഹരിതകം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു മനസ്സിലാക്കാം. അപ്പൊ സസ്യങ്ങളിലെ കോശങ്ങളിൽ കാണപ്പെടുന്നതാണ് ഹരിതകം. അപ്പൊ ഹരിതകത്തിലാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇനി ആ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഹരിതകത്തിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഈ പറയുന്ന സസ്യങ്ങളിലെ ഹരിതകത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഹരിതകം എന്ന് പറയുന്ന സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നത്. ഹരിതകത്തിൽ നിന്ന് എവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? ഹരിതകത്തിലെ ഗ്രാനയിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പൊ ഹരിതകത്തെ ഗ്രാനിയിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകത്തിലെ ഗ്രാനിയിലാണ്. അപ്പൊ ഹരിതകത്തെ ഗ്രാനിയിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്ന ഫലമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. രണ്ടാമത്, ഈ പറയുന്ന ഗ്രാനിയിൽ ഇതിനെ സഹായിക്കുന്ന, അതായത് ഗ്രാനിയിൽ എന്തുണ്ട്? ഗ്രാനിയിൽ വർണ്ണകങ്ങൾ കാണപ്പെടുന്നു. ഗ്രാനിയിൽ എന്ത് കാണപ്പെടുന്നു? വർണ്ണകങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഈ പറയുന്ന ഗ്രാനിയിലെ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവയാണ് ഹരിതകത്തിലെ ഗ്രാനിയിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾ. അപ്പൊ ഹരിതകത്തിന്റെ ഗ്രാനിയിൽ എന്ത് കാണപ്പെടുന്ന? വർണ്ണകങ്ങൾ കാണപ്പെടുന്നു. ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവയാണ് ഹരിതകത്തിലെ ഗ്രാനിയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ. ഇനി ഇതിൽ തന്നെ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഗ്രാനിയിലെ വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലോറോഫിൽ A ആണ്, അല്ലെങ്കിൽ ഹരിതകം A ആണ്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഗ്രാനിയിലെ വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ ഹരിതകം A ആണ്. ബാക്കിയുള്ള 3 വർണ്ണകങ്ങൾ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം Aക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ സഹായക വർണ്ണകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകത്തിലെ ഗ്രാനിയിലാണ്. ഗ്രാനിയിലാണ് സൂര്യപ്രകാശത്തെ നേരിട്ട് ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുന്നത്. ഇങ്ങനെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം നടത്താൻ അതിന് സഹായിക്കുന്നത് വർണ്ണകങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഹരിതകത്തിലെ ഗ്രാനിയിൽ കാണപ്പെടുന്നു. അത് ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, കരോട്ടിൻ, സാന്തോഫിൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ഇതില് പ്രകാശ സംശ്ലേഷണം നേരിട്ട് പങ്കെടുക്കുന്ന ഹരിതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിതകം A ആണ്.
ബാക്കിയുള്ള വർണ്ണകങ്ങൾ ഈ പറയുന്ന പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ സഹായക വർണ്ണകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇനി സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് അല്ലെ? എങ്ങനെയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും ധാതു ലവണങ്ങളും വലിച്ചെടുക്കുന്നു. വേരിലൂടെ ഈ ജലവും ധാതു ലവണങ്ങളും സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ ഇലകളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധാതു ലവണങ്ങളും ജലവും എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗപ്പെടുത്തി അതായത് ഗ്ലൂക്കോസ്, അതായത് സസ്യത്തിന്റെ ആഹാരം നിർമ്മിക്കുന്നു നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു, അതിൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്താണ് ഈ പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹരിതകണത്തിലാണ്. ഹരിതകത്തിൽ എവിടെയാണ്? ഹരിതകത്തിലെ ഗ്രാനിയാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഈ ഹരിതകത്തില് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കി. അപ്പൊ ഹരിതകത്തിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഗ്രാനിയും സ്ട്രോമയും. എന്താണ് ഗ്രാനിയും സ്ട്രോമയും? ഗ്രാനി എന്ന് പറയുന്നത് ഹരിതകണത്തിൽ കാണപ്പെടുന്ന സ്ഥരസഞ്ചികളുടെ അടുക്കുള്ള ഭാഗത്തെയാണ് ഗ്രാനി എന്ന് പറയുന്നത്. സ്ട്രോമി എന്ന് പറയുന്നത് ഹരിതകത്തിലെ ദ്രാവക ഭാഗവുമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രാനി എന്ന് പറഞ്ഞ സ്ഥരസഞ്ചികളുടെ അടുക്കിനെയാണ് ഗ്രാനി എന്ന് പറയുന്നത്. സ്ട്രോമി എന്ന് പറയുന്ന ഹരിതകത്തിലെ ദ്രാവക ഭാഗമാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഹരിതകത്തിലെ ഗ്രാനിയിലാണ് നമ്മൾ പറഞ്ഞ പ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. പ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്ന എവിടെയാണ്? ഹരിതകത്തിലാണ്. അപ്പൊ പ്രകാശത്തെ ഉപയോഗിക്കുന്ന എവിടെയാണ്? ഹരിതകത്തിലെ ഗ്രാനിയിലാണെന്ന് മനസ്സിലാക്കുക. പ്രകാശത്തെ ഉപയോഗിക്കുന്നു, ഹരിതകത്തിലെ ഗ്രാനിയിലാണ് പ്രകാശത്തെ ഉപയോഗിക്കുന്നത്. അടുത്തത് മനസ്സിലാക്കാനുള്ളത് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പ്രകാശത്തെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ സസ്യങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത ധാതു ലവണങ്ങളും ജലവും ഉണ്ട്. അപ്പൊ ഈ ജലത്തിനെ വിഘടിച്ച് ഹൈഡ്രജനെ എവിടെ? സ്ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പൊ ഹൈഡ്രജനെ സ്ട്രോമയിലേക്കും അതുപോലെ ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്ന എവിടെ വെച്ചാണെന്ന് വെച്ചാൽ അത് ഗ്രാനിയിൽ വെച്ചാണെന്ന് മനസ്സിലാക്കുക. സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? സസ്യങ്ങൾ വേരിലൂടെ ജലവും ധാതു ലവണങ്ങളും വലിച്ചെടുക്കുന്നു. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഗ്ലൂക്കോസ് അഥവാ സസ്യങ്ങളുടെ ആഹാരം നിർമ്മിക്കുന്നു. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുള്ള. ഇനി നമ്മൾ ആ പ്രകാശ സംശ്ലേഷണത്തിൽ എങ്ങനെയാണ് ആ ഘട്ടങ്ങൾ നടക്കുന്നത്, എവിടെയാണ് അത് സൂര്യപ്രകാശം ആഗിരണം ചെയ്യപ്പെടുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകത്തിലാണെന്ന് പറഞ്ഞു. ഈ ഹരിതകത്തിലെ ഗ്രാനിയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഹരിതകത്തിലെ ഗ്രാനിയിൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അതിൽ തന്നെ പ്രകാശത്തെ നേരിട്ട് ആഗിരണം ചെയ്യുന്ന ഹരിതകത്തിലെ ഗ്രാനിയിലെ വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിതകം എ ആണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ള വർണ്ണകങ്ങൾ ഹരിതകത്തെ എയിലേക്ക് സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് ഹരിതകം എക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ സഹായക വർണ്ണങ്ങളെന്നും മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരിതകണത്തിലാണ് ഈ പറഞ്ഞ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഹരിതകണത്തിൽ ഗ്രാനിയിലാണ് പറയുന്ന പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ ഹരിതകത്തിലെ ഗ്രാനിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഹരിതകണത്തിലെ ഗ്രാന എന്ന് പറയുന്നത് ഈ പറയുന്ന ഹരിതകണത്തിലെ സ്ഥരസഞ്ചികളുള്ള അടുക്കുകളുള്ള ഭാഗത്തെയാണ് ഗ്രാനി എന്ന് പറയുന്നത്. എന്നാൽ സ്ട്രോമി എന്ന് പറയുന്നത് ഹരിതകണത്തിൽ തന്നെയുള്ള ദ്രാവക ഭാഗത്തെയാണ് സ്ട്രോമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണത്തിലെ ഗ്രാനിയിലാണ് പറഞ്ഞു. അപ്പൊ ഗ്രാനിയിൽ പ്രകാശത്തെ ഉപയോഗപ്പെടുത്തും, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ ഗ്രാനിയിൽ നടക്കുന്ന ഘട്ടത്തെ പ്രകാശഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഹരിതകണത്തിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങൾ എന്ന് പറഞ്ഞ് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഹരിതകണത്തിലെ ഗ്രാനിയിലാണ് പ്രകാശഘട്ടം നടക്കുന്നത്. അതായത് പ്രകാശത്തെ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഹരിതകത്തിലെ ഗ്രാനിയിലാണ്. അപ്പൊ പ്രകാശഘട്ടം എവിടെയാണെന്ന് വെച്ചാൽ ഹരിതകണത്തിലെ ഗ്രാനിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഹരിതകണത്തിലെ ഗ്രാനിയിൽ പ്രകാശഘട്ടം നടക്കുന്നു. അതായത് പ്രകാശത്തെ ഉപയോഗപ്പെടുത്തുന്ന എവിടെയാണ്? ഹരിതകണത്തിലെ ഗ്രാനിയിലാണ്. അപ്പൊ സൂര്യപ്രകാശത്തെ ഉപയോഗിക്കുന്നു. ഈ സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച ഫലമായിട്ട് സസ്യങ്ങളുടെ ശരീരത്തിലെ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പ്രകാശഘട്ടം നടക്കുന്ന ഹരിതകണത്തിലെ ഗ്രാനിയിലാണ്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തതിന്റെ ഫലമായിട്ട് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ എവിടെ പോകുന്നു? സ്ട്രോമയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പൊ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിലേക്കും എത്തപ്പെടുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശം ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള രാസപ്രവർത്തനം നടന്നത്. അപ്പൊ പ്രകാശ ഊർജം എന്തായി മാറി? പ്രകാശ ഊർജം രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ATP ഈ ഊർജം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു.
അപ്പൊ പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി മാറ്റി ATP ഇത് സംഭരിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രകാശഘട്ടം എന്ന് പറയുന്ന ഗ്രാനയിലാണ്, ഹരിതകണത്തിലെ ഗ്രാനയിലാണ് പ്രകാശഘട്ടം നടക്കുന്നത്. പ്രകാശത്തെ അവിടെ ഉപയോഗപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്ട്രോമിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പൊ പ്രകാശോർജ്ജത്തെ അവിടെ രാസോർജ്ജമാക്കി മാറ്റുന്നു. അതിന്റെ ഫലമായി ATP ഊർജ്ജം സംഭരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പ്രകാശഘട്ടത്തെ തുടർന്ന് നടക്കുന്നതാണ് ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടത്തെ തുടർന്ന് നടക്കുന്നതാണ് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണെന്ന് മനസ്സിലാക്കാം. ഹരിതകണത്തിലെ ദ്രാവക ഭാഗത്തെയാണ് സ്ട്രോമ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഹരിതകണത്തിലെ ദ്രാവക ഭാഗം സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പൊ പേരിൽ നിന്ന് മനസ്സിലാക്കാം, ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത് അവിടെ എന്താണ്, പ്രകാശത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കാം. പ്രകാശത്തെ ഉപയോഗപ്പെടുത്താത്ത ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. അത് നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ സ്ട്രോമയിലാണെന്ന് മനസ്സിലാക്കാം. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പൊ പ്രകാശഘട്ടത്തെ തുടർന്ന് ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗപ്പെടുത്തുന്നില്ല, സൂര്യപ്രകാശം അവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ ഈ പ്രകാശഘട്ടത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട ATP ആയിട്ട് സംഭരിക്കപ്പെട്ടിരിക്കുന്നില്ല. ആ ATP ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. എവിടെയാണ് സ്ട്രോമയിലാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അവിടെ പ്രകാശം ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന ATP ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഇതിനെ കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്നതാണ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നു. കാരണം എന്താണ്, മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. കാൽവിൻ സൈക്കിൾ എന്നും ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്നു. മനസ്സിലാക്കാമോ? നമ്മൾ എന്താണ് ATP എന്ന് മനസ്സിലാക്കി അല്ലെ? അപ്പൊ ഊർജ്ജം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ATP ആയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശഘട്ടത്തില് എന്താണ്, പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഊർജ്ജം ATP സംഭരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അല്ലെ? അപ്പൊ എന്താണ് ATP എന്നാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ് അർത്ഥം. ATP എന്നാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ അതായത് കോശത്തിൽ ഉപാപചയ പ്രവർത്തനം നടക്കണമെങ്കിൽ ഊർജ്ജത്തിന് ലഭ്യത ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ആ ഊർജ്ജം ലഭിക്കുന്നത് ഈ ATP നിന്നാണ്. അപ്പൊ ATP നിന്നാണ് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത്. ATPയുടെ രാസനാമമാണ് ഇത് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഈ ATP ഊർജ്ജം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ATPയിലാണ് ഊർജ്ജം സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ATP എന്തായി മാറും, ADP ആയിട്ട് മാറും. ADP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ATP ADP ആയിട്ട് മാറിയാൽ മാത്രം ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ഊർജ്ജം ലഭിക്കുകയുള്ളൂ. ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ATP എന്തായിട്ട് മാറണം, ADP ആയിട്ട് മാറണം. അതിനുശേഷം ADP പിന്നെയും ഊർജ്ജം സംഭരിച്ച് ATP ആയിട്ട് മാറുന്നു. ശേഷം ADP എന്ത് ചെയ്യുന്നു, ഊർജ്ജം സംഭരിച്ച് ATP ആയിട്ട് തിരിച്ച് മാറുന്നു. അപ്പൊ അതിനാൽ ATPയെ കോശത്തിന്റെ ഊർജ്ജ നാണയമെന്നും പറയപ്പെടുന്നു. അപ്പൊ ATP ഉപയോഗപ്പെടുത്തി ഉപാപചയ പ്രവർത്തനം നടക്കുന്നു. അതിനുശേഷം ATP എന്തായി മാറുന്നു, ADP ആയിട്ട് മാറുന്നു. പിന്നീട് ADP പിന്നെയും ഊർജ്ജം ശേഖരിച്ച് ATP ആയിട്ട് തിരിച്ച് മാറുന്നു. അങ്ങനെ ഇങ്ങനെ ATPയും ADPയും ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് കോശത്തിനുള്ളിൽ ഊർജ്ജം നിലനിർത്തുകയും അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. അപ്പൊ ATP എന്ന് പറയുന്നത് കോശത്തിന്റെ ഊർജ്ജ നാണയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ATP എന്നാണ് കോശത്തിന്റെ ഊർജ്ജ നാണയം വിശേഷിപ്പിക്കപ്പെടുന്നത് ATP ആണെന്ന്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അതുപോലെ പ്രകാശ സംശ്ലേഷണ സഹായത, അതായത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തല്ല ആഹാരം നിർമ്മിക്കുന്നത്. ചില ജീവികൾ, അതായത് സൾഫർ ബാക്ടീരിയ മുതലായ ചില ജീവികൾ, സമുദ്രത്തിലും കരയിലും കാണപ്പെടുന്ന സൾഫർ ബാക്ടീരിയ രാസസംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെയാണ് ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. അവിടെ രാസസംയുക്തങ്ങൾ വിഘടിച്ചാണ് അവ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാ ജീവജാലങ്ങളും ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണം മാത്രമല്ല ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആഹാരം നിർമ്മിക്കുന്നത്. രാസസംശ്ലേഷണം എന്ന പ്രക്രിയയുടെ സൾഫർ ബാക്ടീരിയ പോലുള്ള ജീവികൾ രാസസംയുക്തങ്ങൾ വിഘടിച്ച് ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അതിനെയാണ് രാസസംശ്ലേഷണം എന്ന് പറയുന്നത്. രാസസംയുക്തങ്ങൾ വിഘടിച്ച് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം സൾഫർ ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത് ഓക്സിജൻ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ 70% മുതൽ 80% അന്തരീക്ഷത്തിലെ ഓക്സിജൻ നിലനിൽക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? 70 മുതൽ 80% ഓക്സിജൻ അന്തരീക്ഷം ലഭിക്കുന്നത് സമുദ്രത്തിലെ ആൽഗകളെയും സസ്യപ്ലവങ്ങളിൽ നിന്നുമാണ്. അന്തരീക്ഷത്തിൽ 70 മുതൽ 80% ഓക്സിജനും നിലനിൽക്കുന്നത്. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും. അപ്പൊ ഇത് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? ഒന്നാമത്തെ ചോദ്യമായ പ്രകാശ സംശ്ലേഷണ ഫലമായി പുറന്തള്ളുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ എന്ന വാതകമാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി പുറന്തള്ളുന്ന വാതകം. ഇപ്പൊ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉപയോഗപ്പെടുത്തുന്ന വാതകം ഏതാണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇനി പ്രകാശ സംശ്ലേഷണത്തിന് നേരിട്ട് പങ്കെടുക്കാത്ത അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുക്കാത്ത പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കാത്ത വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പങ്കെടുക്കുന്ന വർണ്ണകം. പങ്കെടുക്കാത്ത വർണ്ണങ്ങളെ സഹായക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ ഹരിതകം എ ആണ് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രകാശ സംശ്ലേഷണ ഫലമായി വിഘടിച്ച ഓക്സിജൻ അല്ലെ, ജലം വിഘടിച്ചാണ് പ്രകാശ സംശ്ലേഷത്തിൽ എന്ത് വിഘടിച്ചാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് വെച്ചാൽ പ്രകാശ സംശ്ലേഷത്തിൽ ജലം വിഘടിച്ചാണ് ഓക്സിജൻ പുറന്തള്ളുന്നത് മനസ്സിലാക്കി. ഇനി ഹരിതകണത്തിലാണ് ഗ്രാനിയും സ്ട്രോമയും ഉള്ളതെന്ന് മനസ്സിലാക്കി. അവിടെ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടത്തിന്റെ ഫലമായിട്ടാണ് ഊർജ്ജം സംഭരിക്കപ്പെടുകയും ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വരുന്നതാണ്. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ. താങ്ക് യു.